ദെൻ ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം MCQs മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. MCQs നമ്മളിപ്പോൾ ഒരു സിലബസ് തന്നു കഴിഞ്ഞാൽ ആ സിലബസ് വെച്ചിട്ട് മാക്സിമം MCQs ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് AI ടൂൾസുകളെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ AI കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ഗുണകരം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് പാറ്റേൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാറ്റേണിൽ നമുക്ക് AI ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സിലബസ് കൊടുക്കുന്നു അല്ലെങ്കിൽ നോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ടൈപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക, അത് പാറ്റേൺ നോക്കുക, അത് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണത്തിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒരു സിലബസ് ഒരു ദിവസം പഠിപ്പിക്കുന്ന സിലബസ് എടുത്ത് നോട്ട് എടുത്ത് നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം നമുക്ക് സ്റ്റാറ്റിക് പോർഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇരുന്നിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താണോ കൺസെപ്റ്റ്, ഇപ്പൊ എക്കണോമിക്സിലെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസിനും വ്യക്തമായിട്ട് ആൻസർ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് MCQs ആണല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ ആവാൻ സാധ്യതയില്ല എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അത് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ